എക്സാമിനെ ഫേസ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം ടെൻഷൻസും പേടിയും അതേപോലെ തന്നെ മാനസിക പിരിമുറുക്കങ്ങളും നേരിടേണ്ടിയിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ അവർ നേരിടേണ്ടി വരികയാണെങ്കിൽ അവർക്ക് അക്കാദമിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ പുരോഗതി കൈവരിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ അക്കാദമിക്കലായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന അല്ലെങ്കിൽ അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ ഒഴിവാക്കുകയും മികച്ച രീതിയിലേക്ക് അവരുടെ ഗോളിലേക്ക് എത്തിക്കാനുമായിട്ടുള്ള പലതരത്തിലുള്ള മെത്തേഡുകളാണ് അക്കാദമിക് മെന്റർ എന്നുള്ള രീതിയിലുള്ള പ്രോഗ്രാമിലൂടെ ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ നമ്മൾ സൈലം പ്രൊവൈഡ് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് മെന്റർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ പല കുട്ടികൾക്കും എന്താ പറയുക, ഈ എക്സാമിനെ പറ്റി അറിയാത്ത, ഇതിപ്പോൾ പാരൻസ് ഓക്കെ എഞ്ചിനീയറിംഗിൽ പോകണം അതുകൊണ്ട് അങ്ങനെ കുറേ കുട്ടികളുണ്ടാവും. അപ്പോൾ ഈ എക്സാമിനെ പറ്റിയൊന്നും അറിയാത്ത പല കുട്ടികളും നമ്മൾ ഈ ഒരു ഫീൽഡിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു മെന്റർഷിപ്പ് നമുക്ക് ആ കുട്ടികൾക്ക് ഉണ്ടാകുമ്പോൾ അവർ കൂടുതലും ഈ എക്സാമിനെ അറിയുക അല്ലെങ്കിൽ ഈ എക്സാം സബ്ജക്റ്റിനെ പറ്റി അറിയുക, അങ്ങനെ ഒരു രീതിയിലേക്ക് നമ്മൾ പോകും. പിന്നെ കുറേ കുട്ടികൾ ഇങ്ങനെ പല രീതിയിലേക്ക് ഡിസ്ട്രാക്റ്റഡ് ആയി പോകും. അപ്പോഴൊക്കെ നമ്മൾ ഈ മെന്റർഷിപ്പ് എന്ന് പറയുന്നത് വളരെ അവരുടെ എന്താ പറയുക ഒരു ഗോളിലേക്ക് അല്ലെ അവരുടെ ഒരു സ്വപ്നത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ റോള് ചെയ്യുന്ന ആൾക്കാരായിരിക്കും മെന്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്കിവിടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 8:30-ക്കാണ്. ഒരു 8 മണിയാകുമ്പോൾ നമ്മുടെ ഹോസ്റ്റലിലേക്ക് ബസ് വരും. ഒരു 7:55 ആകുമ്പോഴേക്ക് വാർഡൻ എല്ലാ കുട്ടികളെയും ലൈനപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുട്ടികളെ കൗണ്ട് എടുത്തിട്ട് ബസ്സിലേക്ക് കയറ്റും. ഒരു 8:30 ക്ലാസ്സിന് നമ്മളൊരു 8:15 ആകുമ്പോഴേക്ക് ക്യാമ്പസിലെത്തും. അത് കഴിഞ്ഞ് കുട്ടികൾക്ക് അവരെ ക്ലാസ് എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കും. ടീച്ചേഴ്സ് ടൈം ടേബിൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ക്ലാസ്സിലേക്ക് കയറ്റി. പിന്നെ അവർക്ക് ഓരോ ദിവസം പോകേണ്ട ഓരോ ചാപ്റ്ററുകളുടെയും DPPs നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് ഇവിടെ വന്നു കഴിയുമ്പം. പിന്നെ അവരുടെ ടാബ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഒരു JEE റിപ്പീറ്റർ ബാച്ചിൽ പങ്കെടുക്കുന്ന കുട്ടി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് പറയുന്നത് ഒന്ന് ക്യാമ്പസിലും മറ്റൊന്ന് ഹോസ്റ്റലിലായിരിക്കും. ഈ ഹോസ്റ്റലിലാണ് ഒരു മെന്റർ എന്ന ആളുടെ ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അടങ്ങിയിരിക്കുന്നത്. കൃത്യമായിട്ട് ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ എത്തിച്ചേരുന്ന ഒരു കുട്ടിക്ക് അക്കാഡമിക്കലായും മറ്റു മെന്റലായിട്ടുള്ള ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ഈ ഒരു സാഹചര്യത്തിൽ അവരെ കൃത്യമായിട്ട് ആ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ പരിഹരിച്ചുകൊണ്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഒരു മെന്റർ ലക്ഷ്യം. JEEയുടെ ക്യാമ്പസ് ഹൈബ്രിഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ മാത്രമാണ് ക്ലാസ് ഉണ്ടാവുക. അതായത് ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ അവർക്ക് ഹോസ്റ്റലിൽ പഠിക്കാനുള്ള സംവിധാനമാണ് ഉണ്ടാവുക. അത് ആ സമയത്ത് നമുക്ക് ഏത് സബ്ജക്റ്റാണോ അവർക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് സംശയങ്ങളുള്ളത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് അവർക്ക് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യണമെന്ന് തോന്നുന്നത്, ആ സബ്ജക്റ്റിൻ്റെ ഫാക്കൽറ്റീസ് കൃത്യമായ രീതിയിൽ ആ ഹോസ്റ്റലിലേക്ക് എത്തുകയും ആ കുട്ടികളെ അതായത് സംശയമുള്ള സ്റ്റുഡൻസിനെ കൃത്യമായ രീതിയിൽ കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള രീതിയിൽ അവരുടെ സംശയ നിവാരണം നടത്തുകയും ചെയ്യുകയാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത്. അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും എല്ലാം ചെയ്തു കൊടുക്കുന്നത് മെന്റേഴ്സാണ്. ചുരുക്കം ചില സ്ഥലത്ത് മാത്രമേ ഈ മെന്റർഷിപ്പ് ഈ ഒരു പ്രോഗ്രാമിലുള്ളൂ. അപ്പോൾ കുട്ടികൾക്ക് കൂടുതലും എന്താ പറയുക അവരുടെ ഒരു വഴിയിലേക്ക് പെട്ടെന്ന് നമ്മൾ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അവർക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ട് കൊടുക്കാനാണ് ഈ മെന്റർഷിപ്പ് എന്നുള്ള സംഭവം. അവർക്ക് കൂടുതൽ അത് എക്സാമിലേക്ക് എത്തിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പല പ്രശ്നങ്ങളും ഉണ്ടാവും. ഇപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ ആവട്ടെ അല്ലെങ്കിൽ ഹോം സിക്നെസ് ആവട്ടെ, ഇതൊക്കെ അവർക്ക് എന്താ പറയുക ഒന്നുമല്ല, അവരുടെ സ്വപ്നമാണ് എല്ലാം എന്നുള്ള രീതിയിൽ അവരെ കൂടെ കൊണ്ടുപോകുക എന്നുള്ള രീതിയിൽ മെന്റർഷിപ്പ് അവർക്ക് വളരെ രീതിയിൽ യൂസ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ സൈലം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ കൂടെ എന്നുള്ളൊരു രീതിയിലാണ് മെന്റർഷിപ്പ് എന്നുള്ള പ്രോഗ്രാം അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു ഫാക്കൽറ്റീനെ കാണണമെങ്കിലാണെങ്കിൽ കുട്ടി നമ്മുടെ അടുത്ത് വന്നായിരിക്കും പറയണേ. ഇപ്പോൾ കുട്ടിക്ക് ഒരു ഫിയർ ഉണ്ടാവുമായിരിക്കും ആ ഫാക്കൽറ്റീൻ്റെ അടുത്ത് പോകാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ആ ഫാക്കൽറ്റീനോട് സംസാരിച്ച് ആ കുട്ടിക്ക് ഇന്നതാണ് അവരുടെ വിഷമം, അവർക്ക് സബ്ജക്റ്റിൽ ഇന്നതാണ് ടഫ് എന്ന് മനസ്സിലാക്കി നമ്മൾ അവരോട് പോയി ചോദിച്ച് കുട്ടീനെ നമ്മൾ അവരുടെ അടുത്ത് എത്തിച്ച് കഴിയുമ്പോൾ കുട്ടിക്ക് കുറച്ചും കൂടെ ഫ്രീ ആയി സാർമാരോട് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നുണ്ട്. ചില കുട്ടികൾ വളരെയധികം സ്ട്രെസ്ഡ് ആയിരിക്കും. പാഠഭാഗങ്ങൾ പഠിക്കാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഹോം സിക്നസ്സുകൾ വരുന്ന കുട്ടികളുണ്ടാവും. ഇത്തരം കുട്ടികൾക്ക് മെന്റലി അവരെ സപ്പോർട്ട് ചെയ്ത് ഗൈഡ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ഒരു മെന്റർ എന്ന് പറയുന്നത് JEE റിപ്പീറ്റർ ആയ ഒരു കുട്ടിയെ സംബന്ധിച്ച് അവരുടെ ഏജുമായിട്ടുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും. സോ ആ പ്രായത്തിലൂടെ കടന്നുപോയുള്ള ഒരാളായതുകൊണ്ട് തന്നെ മെന്റലി അവരെ സപ്പോർട്ട് ചെയ്യുന്നത് ഒരു മെന്ററെ സംബന്ധിച്ച് വളരെ എളുപ്പകരമായ ഒരു കാര്യമായിരിക്കും. ഇത് കുട്ടിയെ കൂടുതൽ പഠിക്കാനും അക്കാഡമിക്കലി കൂടുതൽ ഉയരത്തിലോട്ട് എത്താനും സഹായിക്കുന്നു. ഒരു ദിവസത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ക്ലാസ് കഴിഞ്ഞിട്ട് അവർ വീണ്ടും പോകുന്നത് ഹോസ്റ്റലിലേക്കാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ഹോസ്റ്റലിലെത്തിയതിന് ശേഷം ഉള്ളതാണ്. കാരണം നമ്മൾ സിനിമകളിലും മറ്റ് ദൃശ്യമാധ്യമങ്ങളും കാണുന്നത് പോലെ ആ ഒരു ഹോസ്റ്റലായിരിക്കില്ല നമുക്കുണ്ടായിരിക്കുന്നത്. ഇവർക്ക് എത്രത്തോളം പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉറപ്പുവരുത്തി ഇവർ പഠിക്കുന്നുണ്ടെന്ന് നമ്മൾക്ക് തെളിയിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ഹോസ്റ്റലിൽ ഉണ്ടാവുക. ബാക്കിയെല്ലാം ഒഴിവാക്കി ഒരു ചെറിയൊരു ടീ ബ്രേക്കിന് ശേഷം ഇവരെല്ലാവരും അന്ന് എന്താണോ പഠിച്ചത് അത് റിവൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഹോസ്റ്റലിൽ എത്തുകയും അവർ പഠിക്കുകയും ചെയ്യും. ഇവിടെ നമ്മളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അവർ പഠിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക, എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് കേൾക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഈ ഒരു എൻട്രൻസ് ജേർണിയിൽ കുട്ടികൾക്ക് വരുന്ന ഈ ഒരു ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ ആസ് എ മെൻറ്റർ അത് മനസ്സിലാക്കിയെടുത്തുകൊണ്ട് ഓരോ കുട്ടിക്കും
അതിൻ്റേതായിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കും. അത് കൗൺസിലിങ് ആ രീതിയിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ ചെറിയ പ്രശ്നങ്ങൾ നമ്മളൊന്ന് കേട്ടാൽ മതി, അതിന് അവർക്ക് വലിയൊരു ആശ്വാസമായിട്ട് മാറും. ഇതിപ്പോൾ നമ്മൾ വെച്ചാൽ ഹോസ്റ്റലിൽ കുട്ടികളുടെ കൂടെ തന്നെ, അതായത് 24 hours കുട്ടികളുടെ കൂടെ തന്നെയാണ് നമ്മൾ ഉണ്ടാവുക. ഇപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് എന്ന് വെച്ചാൽ അധികവും +2 കഴിഞ്ഞ പാടുള്ള കുട്ടികളായിരിക്കും. അവർ മെൻ്റലി ഇപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യമായിട്ട് മാറി നിൽക്കുന്ന കുട്ടികളായിരിക്കും. അവർക്ക് വെച്ചാൽ ഹോസ്റ്റലിൽ എത്തുമ്പോൾ അവർക്ക് അവരുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയോ അവർക്കൊരു പ്രശ്നം വരുമ്പോൾ, ഒരു സങ്കടം വരുമ്പോൾ അച്ഛനോ അമ്മയോ അവരുടെ കൂടെ ഉണ്ടാവില്ല. അവർക്ക് ആകെ ഉണ്ടാകുന്നത് നമ്മൾ മെൻറ്റേഴ്സും അതുപോലെ തന്നെ വാർഡനും ആയിരിക്കും കൂടെ ഉണ്ടാവുക. അപ്പം അവർ ഒരു ടെൻഷനായി പോകുമ്പോൾ, അയ്യോ എന്ന് വിചാരിക്കുമ്പോൾ, അവർക്കൊരു അസുഖം വരുമ്പോൾ ഓക്കെ നമ്മളുണ്ട്, നിങ്ങളൊന്നും കൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ആ രീതിയിൽ നമ്മൾ ഹോസ്റ്റലിൽ എത്തുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു കോൺഫിഡൻസ്, ഞങ്ങൾ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ധൈര്യം കൂടെയാണ് നമ്മൾ അവിടെ എത്തുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു സംശയമായിട്ട് ഒരു കുട്ടിക്ക് ഹോസ്റ്റലുകളിൽ ഡൗട്ട് ക്ലിയറൻസുകൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനും മറ്റ് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനും ഒരു മെൻറ്ററെ കൊണ്ട് സാധിക്കും. അവരുടെ ബാക്കി പാരൻസ് ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ കുട്ടിയെ ഒരു സുഹൃത്തായി അവരുടെ കൂടെ നിന്നുകൊണ്ട് അക്കാഡമിക്കലിയും മെൻ്റലി ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളും നൽകാൻ വേണ്ടിയാണ് സൈലം മെൻറ്റേഴ്സിനെ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മളൊന്ന് ചേർത്ത് നിർത്തി, എന്താ നിന്റെ പ്രശ്നം, നിനക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറ, ഞാനില്ലേ കൂടെ എന്നുള്ളൊരു വാക്ക് മതിയായിരിക്കും ഒരു കുട്ടിക്ക് ഒരു ഇതാവാൻ വേണ്ടി, ഒരു താങ്ങാൻ പറ്റുവാണെങ്കിൽ അത്രയും ഒരു മെൻറ്റർ എന്ന നിലയിൽ അതുകൊണ്ട് സാധിക്കും. എക്സാം ക്രാക്ക് ചെയ്തതിനു ശേഷം കുട്ടികൾ നമ്മളെ വിളിക്കുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അവർ നല്ല ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെ എത്തി എന്ന് പറയുമ്പോൾ ആസ് എ മെന്റർ എന്ന നിലയിൽ ഭയങ്കര ഒരു സന്തോഷമാണ്.